നമ്മളൊക്കെ ജീവിക്കുമ്പോ മരണാനന്തര ജീവിതത്തെ കുറിച്ചൊരു കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കുന്നത്. മരണാനന്തര ജീവിതത്തെ കുറിച്ച് പല മക്കൾക്കും ഇന്ന് ഒരു സങ്കല്പം പോലുമില്ല. ഇവിടെ കൊണ്ടൊക്കെ തീരുന്നതാണെന്നാ പറയുന്നത് ജീവിതം. ചില ആളുകൾ പറയുന്നത്, എന്തിനാ ബ്രദറെ നിങ്ങൾ ഈ ടൗണുകളിൽ പോയി ഇങ്ങനെ തൊണ്ടുപൊട്ടി ഇങ്ങനെ വചനം പ്രഘോഷിക്കുന്നത്? അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ടതല്ല ജീവിതം എന്ന് പറയുന്നത്. ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഇന്ന് പലരുടെയും കാഴ്ചപ്പാടാണ് ഒറ്റ ജീവിതമേ ഉള്ളൂ, അത് വിടപെട്ട തീരുന്നതാണെന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, മരണാനന്തര ശേഷം നമ്മുടെ ആത്മാവിന്റെ സ്ഥിതി എന്നല്ലെങ്കിൽ നിത്യ നരകത്തിലേക്ക് നമ്മൾ ആത്മാവിനെ കർത്താവ് വിധിക്കും, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തേക്ക് നമ്മുടെ ആത്മാക്കളെ വിധിക്കും, അല്ലെങ്കിൽ നമ്മുടെ പാപമില്ലാതെ ഈ ലോകത്തിൽ നന്മ ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിച്ചാൽ സ്വർഗത്തിൽ നമുക്ക് ഇടം ലഭിക്കും. മനുഷ്യ, മകനെ, മകളെ, ഒരു നിമിഷം നീ അവിടെ നിന്ന് ഒന്ന് ചിന്തിച്ച്, ഇന്ന് നിന്റെ ആത്മാവിന് ദാതാവ് തിരികെ വിളിക്കുകയാണെങ്കിൽ എപ്പോൾ എവിടെയായിരിക്കും നിന്റെ ആത്മാവിന്റെ സ്ഥിതി? എവിടെയാണ് നീ പോയി കിടക്കുന്നത്? നിത്യ അഗ്നികുണ്ഡത്തിലാണോ, നരകത്തിലാണോ? അല്ലെങ്കിൽ നീ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്റെ പാപക്കറകള് അത് കഴുകിക്കളയുന്നവരെ നീ ശുദ്ധി ചെയ്യേണ്ട സ്ഥലത്താണോ പോയി വീഴേണ്ടത്? അല്ലെങ്കിൽ ലോകസ്ഥാപനം മുൻപ് തന്നെ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യ സൗഭാഗ്യം എന്ന സ്വർഗഭാഗ്യത്തിലേക്ക് ആണ് നമ്മൾ പോകുന്നത്? ഒരു ആത്മശോധന ചെയ്യണ്ടേ? നമുക്കറിയാം, നമ്മളെ സ്കൂളുകളിൽ പഠിക്കുകയാണെങ്കിൽ നല്ലവണ്ണം പഠിക്കുന്ന വിദ്യാർത്ഥിക്കറിയാം ഞാൻ പരീക്ഷ എഴുതിയാല് പാസ്സാകുമെന്ന്. അല്ലെങ്കിൽ പഠിക്കാത്ത വിദ്യാർത്ഥികൾക്കറിയാം ഞാൻ തോറ്റുപോകുമെന്ന്. എന്നാൽ ഇത് രണ്ടുമില്ലാത്ത കുറെ വിദ്യാർത്ഥികളുണ്ട്. കുറച്ചൊക്കെ പഠിക്കും, കുറച്ചൊക്കെ ഉഴപ്പും. അവർക്കാണ് അറിയാത്തത് ജയിക്കുമോ തോൽക്കുമോ എന്ന്. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞു വന്നത്, ഇന്ന് തിന്മയിൽ ജീവിച്ച, തിന്മയിൽ മുഴുകി തിന്മയിൽ വ്യാപരിക്കുന്ന മകനെ, മകളെ, നീ ഒരുപക്ഷെ നീ വിധിച്ചു കഴിഞ്ഞ നിന്റെ ആത്മാവിന്റെ സ്ഥിതി നരകമാണെന്ന്. അല്ലെങ്കിൽ നീ നന്മ ചെയ്ത് മറ്റുള്ളവർക്ക് ലോകത്തിന് മാതൃകയായി ജീവിക്കുന്ന പ്രകാശമായി ജീവിക്കുകയാണെങ്കിൽ നിനക്കറിയാം, നീ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിനക്കൊരുക്കി വെച്ചിരിക്കുന്ന ആ സൗഭാഗ്യത്തിൽ നിനക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, മറ്റൊരു കൂട്ടരുണ്ട്, അടിച്ചു പൊളിച്ച് അല്പം മദ്യം കഴിച്ച് അല്പ ജടിക മേഖലയിലൊക്കെ വ്യാപരിച്ച് അല്പം മറ്റുള്ളവരെയൊക്കെ ഒന്ന് പിടിച്ചു പറിച്ച് ഈ ലോകത്തൊക്കെ ഒന്ന് ജീവിക്കുന്ന മക്കൾക്കാണ് ഭയം. എവിടെയാ ആത്മാവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ? ശുദ്ധീകരണ സ്ഥലത്തിലാണോ എന്ന്. പ്രിയമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലത്തിന് അവിടുത്തെ സ്ഥിതിയെ കുറിച്ച് ഞാൻ പോയിട്ട് വന്നിട്ട് പറയുന്നതല്ല. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ഗ്രന്ഥം അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാനിവിടെ പ്രഘോഷിക്കപ്പെടുകയാണ്. ശുദ്ധീകരണ സ്ഥലത്തും എന്ന് പറയുന്നത് അഗ്നിയിൽ ശോധന ചെയ്യുന്നത് പോലെ. നമുക്കറിയാം, സ്വർണം അത് അഗ്നിയിൽ ശോധനം ചെയ്താൽ മാത്രമേ അതിന്റെ കിട്ടാൻ മാറിക്കിട്ടുകയുള്ളൂ. അതുപോലെയാണ് പ്രിയമുള്ളവരെ, അഗ്നികുണ്ഡത്തിൽ കിടന്നവരുടെ പാപക്കറകൾക്ക് വേണ്ടി നമ്മൾ ശുദ്ധി ചെയ്താൽ മാത്രമേ നമ്മുടെ പാപക്കറകള് കർത്താവ് ഇളച്ചു തരികയുള്ളൂ. എത്ര കാലമെന്ന് നമ്മുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയ, നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികളെ അടിസ്ഥാനമാക്കിയാണത് വിധി. അതുകൊണ്ട് മകനെ, മകളെ, ഈ മൂന്ന് സ്ഥലത്തിൽ എവിടെയാണ് എന്റെ ആത്മാവ് പോയി വീഴുന്നത്? എപ്പോൾ ചിന്തിക്കണം നമ്മള്? ഇപ്പോൾ, ഇന്ന്. ഇതാണ് കൊരിന്ത്യക്കാർക്ക് ലേഖനത്തില് 6-ാം അധ്യായം 2-ാം തിരുവചനം പഠിപ്പിക്കുന്നത്. ഇതാണ് സ്വീകാര്യമായ സമയം, രക്ഷയുടെ ദിനമെന്ന് പറയുന്നത്. നമുക്ക് ചിന്തിക്കാൻ ദൈവം അവസരം തരികയും. ഉളിക്കലിലെ നാനാജാതി മതസ്ഥരെ, നിങ്ങളൊക്കെ ഒരുപക്ഷെ ആത്മാവിന് വില കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇനി അവശേഷിക്കുന്ന നാളുകൾ കർത്താവ് നമുക്ക് ധാരമായി കുറച്ച് ദിനങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞകാല അഗ്നിയുടെ കാലഘട്ടത്ത് നമ്മളൊക്കെ ഒരുപക്ഷെ അന്യ ദൈവ ആരാധന നടത്തി സത്യദൈവത്തിന് വിരുദ്ധമായി, ദൈവപ്രമാണ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ജീവിച്ചവരെ ഈ ശുശ്രൂഷ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയും ആടുവിളിക്കുകയാണ്.